നിക്ഷേപ സാധ്യതകളും മ്യൂച്വൽ ഫണ്ടുകളും പരിചയപ്പെടുത്തുന്നതിനായി കട്ടപ്പന YMCA ഹാളിൽ സെമിനാർ നടത്തി. നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. നിക്ഷേപ സാധ്യതകളെ അറിയുന്നതിന് YMCAയുടെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാർ മാതൃകാപരമാണെന്ന് നഗരസഭാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി പറഞ്ഞു. സാധ്യതകളെ പറ്റി അറിയുന്നതിനും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ അതിലേക്ക് ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ള ഒരാദ്യത്തെ പടി എന്നുള്ള നിലയിലാണ് ഇന്ന് YMCAയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സെമിനാർ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. YMCAയുടെ ഭാരവാഹികളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഒരു രംഗത്തേക്ക് മറ്റൊരു സംഘടനകളും ഇത്തരത്തിൽ കടന്നു വന്നിട്ടില്ല. ആദ്യം സെബിയുടെ എംപാനൽ ട്രെയിനറും സാമ്പത്തിക വിദഗ്ധനും കുട്ടിക്കാനം മരിയൻ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡേവിഡ് ജോസഫ് ക്ലാസ് എടുത്തു. റിട്ടയർമെന്റ് പ്ലാനിംഗ്, കറന്റ് ഇൻവെസ്റ്റ്മെന്റ്, ട്രെൻഡ്സ് ഇൻവെസ്റ്റ്മെന്റ്, റിട്ടേൺസ് ആൻഡ് പെർഫോമൻസ്, ബെസ്റ്റ് പെർഫോമിംഗ് മ്യൂച്വൽ ഫണ്ട്സ്, നിക്ഷേപം പ്രായോഗികമായി പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതകൾ, സർക്കാരിന്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയെപ്പറ്റി വിശദീകരിച്ചു. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു സെക്ടർ കഴിഞ്ഞ 5-10 വർഷമായിട്ട് വലിയ രീതിയിൽ ഒരു 60 ലക്ഷം കോടിയോളം രൂപയുടെ ക്യാപിറ്റലൈസേഷൻ ഇപ്പോൾ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. പ്രശ്നം ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്, അല്ലെങ്കിൽ എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യും, എപ്പോൾ സെൽ ചെയ്യും എന്നുള്ളൊരു ചോദ്യമാണ്. ഞാനിവിടെ നിന്ന് എറണാകുളം വരെ വണ്ടി ഓടിച്ച് പോകുന്നത്, ഞാനിവിടെ നിന്ന് എറണാകുളം വരെ ഒരു KSRTC ബസ്സിൽ പോകുന്നത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഏറ്റവും സേഫ് ഏതാണെന്ന് ചോദിച്ചാൽ ബസ്സിൽ പോകുന്നതാണ് ഏറ്റവും ചീപ്പ്. YMCA പ്രസിഡന്റ് KJ ജോസഫ് അധ്യക്ഷനായിരുന്നു. YMCA അംഗങ്ങളുടെ കഴിവുകൾ സമൂഹത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗമായി അവതരിപ്പിച്ച പദ്ധതിയാണിത്. വർഗീസ് ജേക്കബ് കോർ എപ്പിസ്കോപ്പ, ഫാദർ ഡോക്ടർ ബിനോയ് പി ജേക്കബ്, ഫാദർ ഷിജു വട്ടംപുറത്ത്, ജോർജ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. സൽജി ജോസഫ്, ടോമി ഫിലിപ്പ്, UC തോമസ്, PG ലാൽ, രജിത് ജോർജ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.